7 മണിക്കൂർ കൊണ്ട് 10 മില്യൺ യൂസേഴ്സ്. ട്വിറ്ററിൻ്റെ പുതിയ കോമ്പറ്റീറ്റർ ആപ്പായ ഇൻസ്റ്റഗ്രാമിൻ്റെ ത്രെഡ് ആപ്പിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമുക്ക് ത്രെഡ് ആപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൈസെൽഫ് അരുൺ കൃഷ്ണൻ, വെൽക്കം ടു ടെക്കി ലൈഫ് മീഡിയ. ത്രെഡ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് 1 കോടി സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട് 7 മണിക്കൂർ എടുത്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആപ്പുകൾ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് എത്ര സമയം എടുത്തു നമുക്ക് നോക്കാം. ഫേസ്ബുക്ക് 10 മാസം എടുത്തു. അതായത് ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തിട്ട് 10 മാസം കഴിഞ്ഞിട്ടാണ് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചേർന്നത്. അതുപോലെ നമുക്ക് ട്വിറ്റർ ഏകദേശം 24 മാസം എടുത്തു. 24 മാസം ഓൾമോസ്റ്റ് 2 വർഷം എടുത്തു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, 10 ലക്ഷം യൂസേഴ്സ് എത്താനായിട്ട്. ഇൻസ്റ്റഗ്രാം 2 മാസം. ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്തിട്ട് 2 മാസം കൊണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചേർന്നു. അതുപോലെ സ്നാപ്ചാറ്റ് 18 മാസം എടുത്തു. ടിക്ടോക്ക് 6 മന്ത്സ് എടുത്തു. അപ്പോൾ ഇത്രയും സമയം എടുത്തിട്ടാണ് ബാക്കിയുള്ള ആപ്പുകൾ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 10 ലക്ഷം യൂസേഴ്സ് എത്തിച്ചേർന്നത്. പക്ഷേ ത്രെഡ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് വെറും 7 മണിക്കൂർ കൊണ്ട് 1 കോടി യൂസേഴ്സാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഇനി എങ്ങനെയാണ് ഇത്രയും യൂസേഴ്സ് ത്രെഡ് ആപ്പിൽ എത്തിയത്? വളരെ സിമ്പിളാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ അതേ ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ എല്ലാ ഡേറ്റകളും, അതുപോലെ കംപ്ലീറ്റ് ഫോളോവേഴ്സിനെയും, ഈവൻ ബ്ലൂടിക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ത്രെഡ് ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് ഒരു മെച്ചം. മാത്രമല്ല വളരെ സെക്കൻഡ് കൊണ്ട് നമുക്കൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല യൂസർ എക്സ്പീരിയൻസ്, അതായത് യൂസർ ഇൻ്റർഫേസ് ഏകദേശം ഇൻസ്റ്റഗ്രാമിൻ്റെ പോലെ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും യൂസേഴ്സ് ത്രെഡിൽ എത്തിച്ചേർന്നത്. ത്രെഡ് ആപ്പ് മാത്രമാണോ ട്വിറ്ററിൻ്റെ എതിരാളി? അല്ല. ഓൾറെഡി കുറേ ആപ്പുകൾ നിലവിലുണ്ട്. ഇപ്പോൾ മാസ്റ്റർഡോ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ ആപ്പുകൾ നിലവിലുണ്ട് ട്വിറ്ററിൻ്റെ കോമ്പറ്റീറ്റർ ആപ്പായിട്ട്. ആ സമയത്താണ് ഇൻസ്റ്റഗ്രാം ത്രെഡുമായിട്ട് എത്തുന്നത്. 2019 ഒക്ടോബറിൽ മെറ്റ മറ്റൊരു ലോഗോയുമായിട്ട് ത്രെഡ് ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. എന്നാലും ശ്രദ്ധിക്കപ്പെടാത്തതിനെ തുടർന്ന് 2021 ഡിസംബറിൽ പിൻവലിച്ചു. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ത്രെഡ് ആപ്പ് ഇറക്കി? ഇറ്റ്സ് എ റൈറ്റ് ടൈം. ഇലോൺ മാസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം നോർമൽ യൂസേഴ്സിന് 60 ട്വീറ്റ്സും വെരിഫൈഡ് യൂസേഴ്സിന് 6000 ട്വീറ്റ്സും മാത്രമേ കാണാൻ പറ്റൂ. അതുമാത്രമല്ല ട്വിറ്റർ ലോഗിൻ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ. നേരത്തെ ട്വിറ്റർ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ ബ്ലൂടിക്ക് ആർക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഈവൻ നമുക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷവും ഈ ബ്ലൂടിക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വിൽക്കാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ ട്വിറ്റർ കൊണ്ട് മടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ത്രെഡ് ആപ്പുമായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ യൂസേഴ്സ് എല്ലാം കൈ നീട്ടി സ്വീകരിച്ചു. ത്രെഡ് ആപ്പ് ശരിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ കോപ്പി പേസ്റ്റ് ആണ്. ഇങ്ങനെ ആദ്യമായിട്ടാണോ മെറ്റ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്? അല്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി ആദ്യം ഇറക്കിയത് സ്നാപ്ചാറ്റ് ആയിരുന്നു. പിന്നെ റീൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റീൽസ് ആദ്യമേ കൊണ്ടുവന്നത് ടിക്ടോക്ക് ആയിരുന്നു. ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ടിക്ടോക്കാണ് ആദ്യം കൊണ്ടുവന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അതേ ലുക്കിൽ ട്വിറ്ററും കോപ്പി അടിച്ചിരിക്കുന്നത്. ത്രെഡിൽ ഇത്രയും യൂസേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ അലൂമിനി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തുടക്കത്തിൽ ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളും ബഹളങ്ങളും ആയിരിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരാളും അതിനകത്ത് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഒരാളും അതിനകത്ത് ചാറ്റ് പോലും അയക്കുന്നുണ്ടാവില്ല. അതുപോലെ ആകാതിരിക്കട്ടെ ഈ ത്രെഡ് ആപ്പ് എന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഈ ത്രെഡ് ആപ്പിൻ്റെ ലോഗോ നമ്മുടെ മലയാളത്തിലെ ത്ര എന്ന് തിരിച്ചിട്ട പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റൊരു ലാസ്റ്റ് പോയിന്റ് കൂടി, ത്രെഡ് ആപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ത്രെഡ് ആപ്പ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഉടനെ എത്തിച്ചേരുന്നതായിരിക്കും. ദിസ് ഈസ് അരുൺ കൃഷ്ണൻ സൈനിങ് ഓഫ് ടെക്കി ലൈഫ് മീഡിയ. ബൈ ബൈ.